നമ്മളിപ്പോൾ വർക്കല ബീച്ചിൽ നിൽക്കുവാണേ. ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നതാണ് ഇങ്ങോട്ടേക്ക്. ഒരു മാരേജ് ഫംഗ്ഷന് വന്നിട്ട് അത് കഴിഞ്ഞ് തീരുമാനിച്ചതാണ്, എന്നാൽ പിന്നെ ബീച്ചിലൊക്കെ പോയെന്ന് കറങ്ങി കിടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ പോരെന്ന്. പിന്നെ എൻ്റെ ഈ തിരുവനന്തപുരംകാരിയായ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവിടെ ഇത് ആദ്യമായിട്ടാണേ പറഞ്ഞത്. അതൊരു വലിയ നഷ്ടമായി പോയിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായിട്ടുണ്ട്. ഫ്രണ്ട്സ് ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തത് കാരണം ഈ വെയിലത്ത് നിന്ന് എനിക്ക് ബീച്ചിൽ പോയി കരിയണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ അവരുടെ ഒപ്പം റൂമിലേക്ക് പോയി. ഹൈഡ് അവേ എന്നായിരുന്നു ഈ ഹോം സ്റ്റേയുടെ പേര്. നല്ല ആംബിയൻസും നല്ല ക്ലീൻലി റൂമൊക്കെ ആയിരുന്നു. നമ്മൾ മെയിനായിട്ട് അതൊക്കെയല്ലേ നോക്കുന്നത്. അതല്ല ഇവിടെ എനിക്ക് കിട്ടിയതുപോലാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇവർ ഫ്രീ ടൈം നമുക്ക് കളിക്കാനായിട്ട് കുറേ ഗെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇരുന്ന് കുറച്ച് സമയം അവിടെ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താര ഊഞ്ഞാലിവിടെ ഉണ്ടായിരുന്നു. അതിലും കയറി കിടന്ന് കുറച്ച് നേരം അതിലും ഇരുന്ന് ഒരു 4 മണി വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 4 മണിക്ക് ശേഷമാണ് ബീച്ചിലേക്ക് പോയത്. ഈ ബീച്ചിലേക്ക് നടന്ന് ഇറങ്ങുന്ന വഴിക്ക് തന്നെ ഒത്തിരി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സസും ഫാൻസി സ്റ്റോഴ്സും പിന്നെ കുറേ തൊപ്പികളൊക്കെ ആയിട്ട് കുറേ കടകളുണ്ടായിരുന്നേ. ഞങ്ങളൊന്നും മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നടന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ നമ്മുടെ കണ്ണിൽ ഈ ബുദ്ധൻ്റെ ഒരു ബ്രേസ്ലെറ്റ് വെട്ടു. പിന്നെ നമ്മളത് നോക്കി 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 അതങ്ങ് മേടിച്ചു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ വന്നേക്കുന്ന സീസണൽ ടൈം ആയത് കാരണം ഒത്തിരി വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ രാവിലെ 8:30 മുതൽ 5:30 വരെ ഈ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു കോംബോ പാക്കേജ്, ഇൻഡിവിജ്വൽ പാക്കേജ് അങ്ങനെയൊക്കെ തിരിച്ചിട്ടാണ് അവർ ഈ ആക്ടിവിറ്റീസ് എടുത്തേക്കുന്നത്. ഈ ആക്ടിവിറ്റീസ് വരുന്നത് പാരാഗ്ലൈഡിങ്, പാരാസെയിലിംഗ്, പിന്നെ ജെറ്റ് സ്കീ, ബനാന ബോട്ട് അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസാണ്. ഇതിൽ ഇൻഡിവിജ്വലി എടുക്കുവാണെങ്കിൽ ഒരു 500-600 റേഞ്ചൊക്കെയാണ് അവർ പറയണത്. ഒരു വട്ടം നമുക്കിത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. പിന്നെ ഇതോടൊപ്പം സീസണിൽ വരുവാണെങ്കിൽ നമുക്ക് സ്ക്യൂബ ഡൈവിങ്ങും കിട്ടും. അതിൻ്റെ ടൈമിംഗ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6:30ക്ക് അവർ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു 12:30 1 PM ഒക്കെ ആയിട്ട് തിരിച്ചു കൊണ്ടുവരും. അതിനിടയ്ക്ക് നമുക്കിപ്പോൾ നീന്തൽ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവർ രാവിലെ കൊണ്ടുപോയി കുറച്ച് സമയം അവരുടെ സ്ക്യൂബ സെഷനും ട്രെയിനിങ്ങും ഒക്കെ തന്നതിന് ശേഷം മാത്രമേ നമ്മളെ വെള്ളത്തിൽ ഇറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നീന്തൽ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ സെഷനിൽ പങ്കെടുക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ഒരു 4500 5,000 റേഞ്ചൊക്കെയാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ തിരക്കി വെച്ചിട്ട് ഇനി ഒരിക്കൽ വരുമ്പോൾ ആകാമെന്ന് പ്ലാൻ ചെയ്താണ് ഇരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം വീഡിയോസൊക്കെ എടുത്ത് നമ്മളിപ്പോൾ എവിടെ വന്നാലും ഫോട്ടോസും വീഡിയോസും വിടാത്തൊരു ഐറ്റം ആണല്ലോ. അതൊട്ടും കളയാതെ എല്ലാ വീഡിയോസും എടുത്തു, ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ബീച്ചിലൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ക്ലിഫിലേക്ക് നടന്ന് കയറി കേട്ടോ. ഈ വർക്കല ബീച്ച് മിനി ഗോവ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലിഫിലിരുന്നുകൊണ്ട് നമ്മുടെ ബീച്ച് വ്യൂവും കണ്ട് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ നടത്തി പോകാമെന്നുള്ളതാണ്. ഒത്തിരി ദൂരം കിലോമീറ്റർ കണക്കിന് നടക്കാനുണ്ട് കേട്ടോ ഈ ക്ലിഫിൽ കൂടെ. ഈ ക്ലിഫിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഒട്ടും ബോറടിക്കില്ല. ഒരു സൈഡിൽ നല്ല ബീച്ച് വ്യൂവും മറ്റേ സൈഡിൽ നല്ല ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷോപ്പുണ്ട്, പിന്നെ ടാറ്റു സെൻ്ററുണ്ട്, ആയുർവേദിക് സ്പാ, റിസോർട്ട്, പിന്നെ പോകുന്ന വഴിക്ക് ഒത്തിരി റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട്. ഈ സീസണൽ ടൈം ആയത് കാരണം ഇവിടെ നല്ല ഫോറിനേഴ്സും ടൂറിസ്റ്റുകളും നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഈവനിങ് ആണ് ഇത് നല്ലോണം ആക്റ്റീവ് ആകുന്നത്. ഈവനിങ് ആയപ്പോഴത്തേക്കും എല്ലാ ഷോപ്സും ഓപ്പണും ആയിട്ടുണ്ട്, എല്ലാം ലൈവായി. നൈറ്റ് മ്യൂസിക്കൽ ഷോയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ മീനൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഏതാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കുക്ക് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് കുക്ക് ചെയ്ത് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. നമുക്കതിന് ടൈം എടുക്കും. ഒരു ½ ആൻ അവർ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുഡ് പ്രിപ്പയർ ആയി കിട്ടുമെന്ന് അവർ പറഞ്ഞു. അതും നമുക്ക് നഷ്ടമൊന്നും വരില്ല, നമുക്ക് ബോറടിക്കത്തേ ഇല്ല. നമുക്ക് ഒരു സൈഡിൽ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ഫുഡും കിട്ടും. അതും എൻജോയ് ചെയ്ത് ഫുഡും കഴിച്ച് വ്യൂവും കണ്ട് ഇരിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഷോപ്പ് ഞാനിവിടെ നോട്ട് ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പോൾ 2-3 ഷോപ്പിലൊക്കെ കയറി അവിടെ ഒന്നും മലയാളികളെ കണ്ടില്ല എന്നാണ്. ഇനി ഞാൻ കാണാത്തതാണോ അങ്ങനാണോ അതെനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ കയറിയെടുത്തൊക്കെ ഇതായിരുന്നു അവസ്ഥ. ഹിന്ദിക്കാരും തമിഴരും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഷോപ്പിൽ കയറി സാധനങ്ങളൊന്നും മേടിക്കാത്ത കാരണം ഒരു ചേച്ചി ഞങ്ങളെ ആട്ടിപ്പായിച്ചു കേട്ടോ. അവിടെ കയറി വീഡിയോസും തൊപ്പിയൊക്കെ വെച്ച് വീഡിയോസും ഒക്കെ സാധനങ്ങളൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും ചേച്ചിക്ക് മനസ്സിലായി ഞങ്ങൾ സാധനം മേടിക്കാനല്ല ഇവിടെ കിടന്ന് കറങ്ങുന്നതെന്ന്. അവർ വന്ന് ഞങ്ങളുടെ എൻ്റെ കയ്യിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. വീഡിയോ എടുക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട, സാധനം മേടിക്കാനാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്ന്.
പിന്നെ കിട്ടിയ സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് സൺസെറ്റായി. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഈ ക്ലിഫിൽ നിന്നുകൊണ്ട് സൺസെറ്റ് കാണുന്നത്, സൺസെറ്റും കണ്ട് നടക്കാനുള്ള പ്രത്യേക സുഖം തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പും ആൾക്കാരുടെ സൗണ്ടും മ്യൂസിക്കും ഒക്കെ ആയിട്ട് വേറൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. പറയാൻ പറ്റാത്തൊരു വൈബ് തന്നെയായിരുന്നു ഇവിടെ. നിങ്ങൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്നൊന്ന് എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഈ ഒരു സ്ഥലം പിന്നെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഓടിപ്പാഞ്ഞ് വന്നത് കാരണം നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കാരണം നമ്മളിവിടെ ഒരു വരവും കൂടെ വരേണ്ടി വരും. ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ വരുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളിലേക്കും എത്തിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.